നമസ്കാരം സുഹൃത്തുക്കളെ, ക്രീബോയിലേക്ക് സ്വാഗതം. T20 പരമ്പരയിലെ നാണംകെട്ട തോൽവികൾക്ക് ശേഷം ഇന്ത്യൻ ടീം എങ്ങനെ തിരിച്ചുവരുമെന്ന ആശങ്കയിലായിരുന്നു നമ്മളല്ലേ. എന്നാൽ എഡ്ജ്ബാസ്റ്റണിൽ നടന്ന ഒന്നാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെ 6 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ വിജയവഴിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തുടക്കത്തിലെ വീണിട്ടും യുവതാരങ്ങളുടെയും ഓൾറൗണ്ടർമാരുടെയും കരുത്തിൽ ഇന്ത്യ നേടിയ ഈ മാസ് വിജയത്തിന്റെ പോസ്റ്റ് മാച്ച് അനാലിസിസിലേക്ക് നമുക്ക് കടക്കാം. വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിന് മികച്ച തുടക്കം ലഭിച്ചില്ല. ഇന്ത്യൻ പേസർമാരുടെ കൃത്യതയാർന്ന ബോളിംഗിൽ ഇംഗ്ലണ്ടിന്റെ മിഡിൽ ഓർഡർ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. വെറും 20 റൺസ് എടുക്കുന്നതിനിടെയാണ് അവർക്ക് 5 വിക്കറ്റുകൾ നഷ്ടമായത്. എന്നാൽ ജോ റൂട്ടും ലിയാം ഡോസനും ചേർന്ന് പടുത്തുയർത്തിയ 121 റൺസിന്റെ കൂട്ടുകെട്ട് ഇംഗ്ലണ്ടിനെ വൻ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചു. റൂട്ട് പുറത്താകാതെ 76 പന്തിൽ 76 റൺസും ഡോസൻ 83 പന്തിൽ 68 റൺസും അടിച്ചു. അവസാന ഓവറുകളിൽ ബോൾ ചെയ്യാൻ വന്ന സ്പിന്നർ അക്സർ പട്ടേൽ ഇംഗ്ലീഷ് വാലറ്റത്തെ അടിച്ചുപരത്തി. 4 നിർണായക വിക്കറ്റുകളാണ് താരം പിഴുതെടുത്തത്. ഇതോടെ ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 47 പോയിന്റ് 5 ഓവറിൽ 258 റൺസിന് അവസാനിച്ചു. കൂടാതെ 968 ദിവസത്തിന് ശേഷം ഓഡി ക്രിക്കറ്റിലേക്ക് തിരിച്ചുവെത്തിയ ഇന്ത്യൻ പേസർ ബുംറഹ മികച്ച രീതിയിൽ ബോൾ ചെയ്തു. ഒരു വിക്കറ്റും നേടി. 259 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയ്ക്ക് തുടക്കത്തിലെ വലിയ തിരിച്ചടി നേരിട്ടു. സാം കറന്റെ പന്തിൽ രോഹിത് ശർമ്മയും ജോഫ്ര ആർച്ചറുടെ പന്തിൽ LBW ആയി. വിരാട് കോഹ്ലിയും പുറത്തായി. എന്നാൽ ക്യാപ്റ്റൻ ശുഭാൻ ഗിൽ മികച്ച ഫോമിലായിരുന്നു. ഗില്ലും 80 റൺസ് ശ്രേയസ് അയ്യരും ചേർന്ന് 101 റൺസിന്റെ തകർപ്പൻ കൂട്ടുകെട്ടുണ്ടാക്കി ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. പക്ഷേ ഹാരി ബ്രൂക്കിന്റെ ഒരു ഡയറക്ട് ഹിറ്റിലൂടെ ശ്രേയസ് അയ്യർ റണ്ണൌട്ട് ആയതും പിന്നാലെ KL രാഹുലിനെ ജോഷ് ടങ് പുറത്താക്കിയതും ഇന്ത്യയെ വീണ്ടും സമ്മർദ്ദത്തിലാക്കി. ഒരു വശത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും നമ്മുടെ സ്പിൻ ഓൾറൗണ്ടർമാരായ അക്സർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും കളിയേറ്റെടുത്തു. വെറും 30 പന്തിൽ നിന്ന് അക്സർ പട്ടേൽ അർദ്ധ സെഞ്ചുറി തികച്ചപ്പോൾ മറുഭാഗത്ത് വാഷിംഗ്ടൺ സുന്ദറും മികച്ച പിന്തുണ നൽകി 50 നേടി. 100-ലധികം റൺസിന്റെ അപരാജിത കൂട്ടുകെട്ട് പടുത്തുയർത്തിയ ഇരുവരും ചേർന്ന് 45.2 ഓവറിൽ ഇന്ത്യയെ വിജയത്തിലെത്തിച്ചു. ആദിൽ റാഷിദിനെ സിക്സർ പറത്തി സുന്ദർ കളി ഫിനിഷ് ചെയ്തത് ശരിക്കും ഒരു മാസ് നിമിഷമായിരുന്നു. മികച്ച ബോളിംഗിനും ബാറ്റിംഗിനുമായി അക്സർ പട്ടേൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കി. ഈ മത്സരത്തിൽ പിറന്ന പ്രധാനപ്പെട്ട ചില റെക്കോർഡുകൾ നോക്കാം. 2015 ശേഷം എഡ്ജ്ബാസ്റ്റണിൽ ഇംഗ്ലണ്ട് നേരിടുന്ന ആദ്യ ഏകദിന തോൽവിയാണിത്. ഇതിനു മുമ്പ് 2014 ഇന്ത്യ തന്നെയാണ് ഇവിടെ അവസാനമായി അവരെ തോൽപ്പിച്ചത്. ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ നേടുന്ന തുടർച്ചയായ 6ാമത്തെ വിജയമാണിത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള ഇന്ത്യയുടെ ഏറ്റവും മികച്ച വിജയ തുടർച്ചയും ഇതുതന്നെയാണ്. 2016 ശേഷം രോഹിത് ശർമ്മയോ വിരാട് കോഹ്ലിയോ 50 നേടാതെ ഇന്ത്യ 250-ലധികം റൺസ് വിജയകരമായി പിന്തുടരുന്ന 2ാമത്തെ മാത്രം സംഭവമാണിത്. T20 പരമ്പരയിലെ നാണംകെട്ട തോൽവികൾക്ക് ശേഷം ഇന്ത്യൻ ടീമിന്റെ ഈ ശക്തമായ തിരിച്ചുവരവിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? ക്യാപ്റ്റൻ എന്ന നിലയിൽ ശുഭ്മാൻ ഗില്ലിന്റെ ബാറ്റിംഗും അക്സർ പട്ടേലിന്റെ ഓൾറൗണ്ട് പ്രകടനവുമാണോ ഈ വിജയത്തിന് കാരണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും മത്സര വിശകലനങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.